ആരാ ഫോൺ ചെയ്തെന്ന് അച്ഛന് വല്ല പിടിയുണ്ടോ? അത് ശരി, പിടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവനെ പോയി തപ്പിയെടുക്കില്ലായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിനൊന്നും രക്തമായി നിൽക്കില്ല. ഇന്ന് രാത്രി അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയിരിക്കുന്ന ഫോണി പറഞ്ഞത്. ആ പെങ്കൊച്ചിനോട് ഇത്ര സ്നേഹമുള്ളവൻ ആരാണപ്പാ? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അഞ്ജലി രക്ഷിക്കണമെന്നും പറഞ്ഞ് ഫോണിൽ കൂടെ കരഞ്ഞെന്നാണ് അച്ഛൻ പറയുന്നത്. അവളെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് കൂടിയില്ലേ? എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ അവളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? പൊക്കാം. ആരെ പൊക്കാവുന്ന? പൊക്കണ്ടവളെ തന്നെ പൊക്കാം. അവന്മാര് വരുമ്പോൾ ആട് കടന്നെടുത്ത് ഒരു പൂട പോലും ഉണ്ടാവാൻ പാടില്ല. അവളെയും പൊക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന നീ പറയുന്നത്? അതിനും ഐഡിയ ഉണ്ട്. ഒരു ഈച്ച പോലും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം. എടാ ഈച്ചരാ, ആനക്കാടൻ അവറാച്ചൻ ഇവന്റെ കല്യാണ തീയതി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുക. ഈ സന്ദർഭത്തിൽ നീ അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയില്ല. എന്തായാലും അഞ്ജലി രക്ഷിച്ചേ പറ്റൂ. അല്ല, ഡോക്ടർ ഇന്ന് വീട്ടിൽ പോന്നില്ലേ? എങ്ങനെ പോവാനാ? പുലിവാല് പിടിച്ചില്ലേ? എനിക്കിന്ന് ശിവരാത്രിയാ. ആരാ? ഞങ്ങളല്ല. ചേട്ടാ, പിന്നെ എമിലി, യശോദേ, നല്ല ഉത്തരവാദിത്വം. കൊള്ള. കൂർക്കം വലിച്ചുറങ്ങാനാണോ നിങ്ങളിവിടെ കാവലിരുത്തിയത്? സോറി ഡോക്ടർ. ഈ കുട്ടിയെങ്ങാനും മിസ്സായി പോയാൽ ഞാൻ കോടതി കയറേണ്ടി വരും. പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ബി കെയർഫുൾ. പെട്ടെന്നാരും കാണണ്ട. സിസ്റ്റർ വരൂ. നട്ടപ്പാതിരിക്ക് ഈ പെണ്ണിനെ പിടിച്ചോണ്ടോ ആര് വരുന്ന ഡോക്ടർ പറയണത്? ഉറക്കം പോയി. കളിത്തോക്കാന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാം. എന്റെ ബ്രെയിനോട് നീ കളിക്കരുത്, പറയുന്നത് കേട്ടാ മതി. അഞ്ജലി, അഞ്ജലി, എനിക്ക് ഞാനാ. വാ വാ. പറ്റോ കൊള്ളാം. വീണ്ടും ഉറങ്ങിയോ? ദേ, ഉറങ്ങാതിരിക്കാൻ ഡോക്ടർ തന്നുവിട്ടാ ചായ. അല്ല, ഇതെന്താ? എനിക്കറിയില്ല. ഒരുപോലെ കണ്ണടിക്കുന്നെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊന്ന് നേരെ കിടത്തിക്കൂടെ? മിണ്ടിപ്പോകരുത്, ഒന്നുകളെ എല്ലാത്തിനും പൊക്കടാ അവളെ. അഞ്ജലി, ചേട്ടാ മിണ്ടല്ലേ പ്ലീസ്. അഞ്ജലി, അഞ്ജലി. പരിപാടി തീർച്ചയായിട്ടും എന്താ 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 ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? സൈലൻസ്, സൈലൻസ്. ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാ കിടന്നുറങ്ങിക്കോളൂ, കിടന്നുറങ്ങിക്കോളൂ. ശരിക്കും കിടന്നുറങ്ങടാ. ഡോക്ടർ ഓടി പോയോ?
ഞാൻ ശരിയാക്കി തരാം. എന്തിനു പോകുന്നു? അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ, പോലീസിനെ വിളി, പോലീസിനെ വിളി. താനിത് എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥ, പറയട്ടെ. അവര് പുറകെ ഉണ്ട്, എങ്ങനെ രക്ഷപ്പെടാം? അല്ല, നമുക്ക് അവന്റെ വണ്ടി തന്നെ രക്ഷപ്പെടാം. എന്റെ അനുജന്റെ കൈ അടിച്ചു മുറിച്ചവന്മാര് വണ്ടി കെട്ടിക്കൊണ്ടുപോകുന്നത് നീയൊക്കെ കൈ കെട്ടി നോക്കി നിന്നതാണ്. മാഫ് കീജിയെ സാബ്, ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. വിടില്ല, വിടില്ല ഞാൻ അവനെ. ഏത് നരകത്തിലുണ്ടെങ്കിലും അവനെയും അവളും തേടി പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോടെ വെച്ചിട്ടില്ല ഞാൻ. ചുറ്റിയടിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. നിങ്ങൾ പൊയ്ക്കോ. तेरे बिना तू भी नहीं चलेगी तो हम भी नहीं जाएगी ഊട്ടി में बस. ഇതെല്ലാരും വിളിക്ക്, നമുക്ക് പോവാം. ചെല്ലുമോളെ, നിന്റെ കൂടെ കറങ്ങാനല്ലേ അവര് ബോംബെ നിന്ന് ഇവിടം വരെ വന്നിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും ആ തെണ്ടിയേക്കാൾ നല്ല മിടുമിടുക്കനായ ഒരു പയ്യനെ ഞങ്ങളിവിടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും. അട്ടയെ പിടിച്ച് മെത്തെ കടത്താൻ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മനസ്സമ്മതത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ ചെക്കൻ വേറൊരു തെണ്ടി പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടും. ഹോ, എന്തായാലും മാതാവ് കാത്തു. കഴുത്തേര് താലി വീഴും മുമ്പ് അവന്റെ തനിസ്വഭാവം അറിയാൻ പറ്റില്ലെന്നാ നാൻസ് പറയുന്നേ. ഇല്ല, വേറൊരു പെണ്ണ് സണ്ണിച്ചന്റെ കൂടെ പൊറുക്കില്ല. പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ നീ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പൊട്ടം കടിച്ച മാതിരി നീ ഓടുന്നേ? അച്ഛനറിയാതെ സണ്ണിച്ചൻ എങ്ങും പോവില്ല. പറയും, ആ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോയിരിക്കില്ല സണ്ണിച്ചൻ. സണ്ണിച്ചനോ? എന്തോന്നും അവറാച്ച ഇവളി പറയുന്നത്? അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അവനങ്ങനെ ചെയ്യുമെന്ന്? ഉണ്ടോ സോണിയ? എങ്കിൽ പിന്നെ അവനെവിടെ? അവനിവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വിളിക്കേ. ഓ, ഒരു അത്യാവശ്യം വരുമ്പോ അതിയോന് ചെവി കേക്കത്തില്ല. ഒന്ന് ഉറക്കെ പറയടോ. പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാ അവൻ മുങ്ങിയേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സണ്ണിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. ആരെ? അവറാച്ചൻ അറിയുമായിരിക്കും, ഒരു രത്തൻബായി. ഈ വണ്ടിക്കൊക്കെ CC കൊടുക്കുന്ന ആ മാർവാടിയോ? അവൻ തന്നെ വെറുമൊരു സാത്താന. അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന് അടിപൊളി ഉണ്ടാക്കിയോന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോ സണ്ണിച്ചിറങ്ങെത്തും. പിന്നെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ ഒരുമിച്ചൊക്കെ നടത്താം. എന്താ? അല്ലച്ചോ, സണ്ണി വരാൻ താമസിച്ച. നിങ്ങളൊന്ന് വന്നേ, ഒരു പള്ളിക്കാരും പറയാനുണ്ട്. വാ. ഇപ്പൊ നിനക്ക് സമാധാനം ഇല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. ஆண்டவனே, இதுவரை செய்ததில் எந்தெங்கிலும் தப்பிருந்தால் மன்னிச்சு கருணை காட்டி எங்களை கடைசி வரை காப்பாத்தப்பா. എന്താ നിർത്തിയത്? തേടിയ വള്ളി കാലിൽ ചുറ്റി. വണ്ടി ഓടിക്കുമ്പോ വള്ളിയും ചുള്ളിയൊക്കെ കാലിൽ ചുറ്റാ സൂക്ഷിക്കണം. ഒരുമാതിരി പോത്തുപോലെ കിടന്നിറങ്ങിട്ട് ചൊറണ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ മുത്തുസ്വാമി ഞാൻ നിൽക്കണ്. മുത്തുസ്വാമി, മുത്തുസ്വാമി, മുത്തുച്ചാൻ ഹീനാമ്പേശിക്ക് കൂട്ടുമരപ്പട്ടി. എന്തെങ്കിലും ആവട്ടെ, തങ്ങാനൊരു ഇടം കിട്ടിയാൽ മതിയായിരുന്നു. എന്താ ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കണ്ടെന്ന്. അയ്യോ, ഉറങ്ങുന്ന കണ്ടില്ലേ, ഊട്ടിക്ക് ടൂർ വന്ന മാതിരി. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇവനിത് എന്തോന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായി?
ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടു കിട്ടിയാൽ സംഗതി ഓക്കെ. நாங்க ரெண்டு உடலும் ஒரு மனசு அப்படி கழிச்சவரு. அத மூஞ்சி பார்த்தாலே தெரியும். இந்த മതി. എവിടെയാ ബംഗ്ലാവ്? இங்க பக்கத்துல. ஈஸ்வரா நீ வண்டி எடு. நீங்க பின்னாடி இருங்க. ஓகே. வாங்கோ வாங்கோ, இதுதான் நம்ம பங்களா. முதலாளி வரும் வரைக்கும் நான் தானிங்க യജമാൻ. ഇത് ആരുടെ വീടാ? എന്താ ഇഷ്ടപ്പെട്ടോ? അപ്പം തിന്നാ പോരെ, ദോശ ഉങ്ക വീട് മാതിരി നനച്ചിക്കേ. സാർ ഇവിടെ എത്ര ദിവസം കാണും? അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. സാരമില്ല, സീസൺ ആയാലേ മുതലാളി വരൂ. അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം. இந்த வண்டி நல்லா கழுவி சுத்தம் பண்ணி வையடா. இவங்களுக்கு சைட் சீயிங்க்கு போகணும். അയ്യോ, ഈ വണ്ടിയിൽ സൈറ്റ് സീയിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. അതെന്നാ സാർ? അല്ല, അത് ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്കുക. അപ്പൊ ശരി, നമുക്ക് വേറെ വണ്ടി അറേഞ്ച് പണില്ല. വാങ്ങോ സാർ, വരണം സാർ. മുത്തുസ്വാമി നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എവിടെയാ നാട്? കന്യാകുമാരി. കുറെ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലിൽ ഓട്ടർഷോ ഓടിച്ചിരുന്ന. എന്റെ അമ്മ തമിഴ്ത്തിയും അച്ഛൻ മലയാളിയാ. അപ്പൊ ഒരു തമിഴാളിയാണല്ലേ? സാർ നല്ല തമാശക്കാരനാണല്ലോ. ഗതി കേട്ടാ പുലിയും മിമിക്രി അണിക്കും സ്വാമി. ഈശ്വര, ഈ റൂം കുഞ്ഞമ്പു സാറിനും നിനക്കും, ഇത് സണ്ണി സാറിനും വൈഫിനും. നല്ല രാശിയുള്ള റൂമാണ് സർ. ഒരുപാട് കപ്പിൾസ് ഹണിമൂണിന് വന്ന് ജാലിയായി താമസിച്ച റൂമാ. വാങ്കമ്മ പോങ്കമ്മ. ചെല്ല്. നീ എന്താടാ അയാളോട് പറഞ്ഞത്? നിങ്ങൾ ഹണിമൂണിന് വന്നതാണോ പറഞ്ഞു? പിന്നെ ആ പെണ്ണിനെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ? മുത്തുസ്വാമി ആളൊരു പ്രത്യേക ടൈപ്പാ, ഭയങ്കര വിശ്വാസിയാ. പോരാത്തതിന് മലയ്ക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ, സംഗതി കുഴപ്പമെന്ന് അറിഞ്ഞാ പിന്നെ അവനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വേറെ നോക്കാനോ? ഈ കൊടുന്തണപ്പത്ത് ഊട്ടിയിൽ പെണ്ണിനെ കൊണ്ട് തെണ്ടി കിടക്കാൻ എന്നെ കിട്ടില്ല. എന്തായാലും നീ അവളെ ഏറ്റു. പിന്നെ കൂടെ താമസിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ. അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രിയാവുമ്പോ നീ ഞങ്ങളുടെ മുറി ഒന്ന് കിടന്നോ. സാറേ, വണ്ടിന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ? പെട്ടിയും ചെട്ടിയൊന്നും ഇല്ലടോ. എന്തേ ഈ യൂണിഫോം പോരെ? നന്നായിട്ടുണ്ട്, എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ, ഒരു സ്വെറ്ററെങ്കിലും കൊണ്ടുവരാതെ. ഇവൻ എന്തിനാ ഇനി സ്വെറ്റർ? ചൊറിയെന്ന് വർത്താനം പറയാം. തൽക്കാലം വല്ല കമ്പിളി ഉണ്ടെങ്കിൽ എടുക്കുക. അതൊന്നും വേണ്ട. കുഞ്ഞമ്പു ചേട്ടൻ പോയി ഞങ്ങൾക്കെല്ലാം കുറച്ച് ഡ്രസ്സ് മേടിച്ചോണ്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം. ചായ ഉണ്ടോ? നീ തണുപ്പ് അറിവും തോന്നില്ല. ഇവിടെ മറ്റവും കിട്ടുമോ? ഉനക്ക് തള്ളി വേണമാ? ഞാൻ മലയ്ക്ക് മാല പോട്ട് തിരിയില്ല. ഉനക്ക് ഞാൻ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇതുക്കുള്ള തള്ളി സാപ്പിടാൻ സമ്മതിക്കില്ല. ഇയാളിതെന്താ വട്ടം സമയമാണോ? ഈ തണുപ്പത്ത് ഇത്തിരി സ്മോൾ അടിക്കാൻ പോലും യോഗമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഫെസ്റ്റിവൽ ആയോണ്ടായിരിക്കും മുറി കിട്ടാത്തത്. ബുക്ക് ചെയ്യേണ്ടതായിരുന്നല്ലേ? ഫ്രണ്ട്സ്, ഇവിടെ റൂമില്ല. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? തണുപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. വൈകുന്നേരം എവിടെയെങ്കിലും ചേക്കരിയില്ലെങ്കിൽ തണുപ്പടിച്ച് ചത്തുപോകും. ബാ, വേറെ എവിടെയെങ്കിലും നോക്കാം. இது 100 தானே? 110 ரூபாய்க்கு சார். അത്രേ ഉള്ളൂ. என்ன சார் கள்ள சாப்பிட்டு கடை சொல்றேன்? 10 ரூபாய் கொடுத்துட்டு போயா போதும். നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ കുടിച്ചേ. ഫോർ യുവർ ഹെൽത്ത്. പുരിഞ്ചിതാ 10 രൂപ കയ്യിൽ നിട്ടോ. யாரு அவ? കുഞ്ഞുമോങ്കൾ അങ്കിൾ, കുഞ്ഞുമോങ്കൾ അങ്കിൾ. ഈ കുതിര എവിടെ എത്തിയോ? കണ്ണ തെരിയാതെ മൂഞ്ചം. ചേച്ചി, പാത്ത് പോകണതാ. അങ്കിൾ നിക്ക്, നിക്കാൻ. എന്നാ പോയാ? அந்த வண்டியிலே பாப்பா. லாரன்ஸ் பெங்காவுக்கு போங்க. ഫാദറിനെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ആശ്വാസമായി. പക്ഷെ ഈ വണ്ടി കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താ. ആരെങ്കിലും കണ്ടാൽ നമ്മൾ കുടുങ്ങുകയെ. നമുക്ക് വിൽക്കാം, അത്യാവശ്യത്തിന് പണം കിട്ടും, ഈ ടെൻഷനും മാറും. അതെങ്ങനെ? വണ്ടി രക്തം പായുടെ അല്ലേ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര വണ്ടിയാണെങ്കിലും പൊളിച്ചു വിൽക്കണന്മാർക്ക് കൊടുത്താ പിന്നെ ഇങ്ങനൊരു വണ്ടി ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞറിയില്ല. കണ്ടിച്ചാ കണ്ടോ? 10 രൂപ വെച്ചോ. കുഞ്ഞുമിടാ, വെള്ളം അടിച്ചിട്ടില്ലെന്നാ തോന്നണേട്ടോ. മണത്തിട്ടേ ഉണ്ടാവുള്ളൂ. നിന്റെ മരം കയറി കുതിര ഊട്ടിയിലെത്തിയിട്ടുണ്ട്. അതാര്? നിന്റെ മറ്റവള് 143. കർത്താവേ, അവളെങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞിയമ്പു അങ്കൽ എന്നൊരു വിളിയേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ മരം കയറി കുതിരയും കൂടെ കുറെ ഞാവാലി കുതിരകളും. അവള് ബോംബെ ഇറക്കുമോ ചെയ്താ അവനെ തപ്പിക്കൊണ്ട് പോവാൻ. ഞാനിവിടെ ഉണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ടെങ്ങനെ കയറി വരുമോ? നിന്റെ നാവിയം പിഴുതെടുക്കും. പേടിക്കണ്ട, ഞാൻ അവളെ തന്ത്രപരമായി വെട്ടിച്ച് മുങ്ങിയാണ് ഇവിടെ വന്നത്.
അവളെ ഇനി ഊട്ടിപ്പൊട്ടൻ അരിച്ചു പെറുക്കി കുറുക്കി നോക്കിയാൽ പോലും നമ്മുടെ ഒരു തരി പോലും കണ്ടുപിടിക്കില്ല. അതാണ് കുഞ്ഞമ്പുന്റെ ബുദ്ധി. കൊടുകൈ. ഇതാണോടും തന്റെ ബുദ്ധി. ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത് എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വിചാരിച്ചില്ലേ? ഞാൻ മനസ്സാവാ കർമ്മണാറേ മിണ്ടി പോരുത്. ഇവള് മറ്റവളെ എങ്ങാനും കണ്ട ആകെ കുഴപ്പാവും. മുത്തുച്ചാമി എല്ലാത്തിനും കൂടി അടിച്ചു പുറത്താക്കും. എവിടെ പോണു? അവൾ ഇവളെ കണ്ട വലിയ പ്രശ്നമില്ല, പക്ഷെ ഇവൾ അവളെ കണ്ടാൽ ആകെ പ്രശ്നവും. ഇവൾ അവളെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ എങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കട്ടെ. നിങ്ങൾ ഇവിടെ നോക്കിയോ? അപ്പൊ സത്യത്തിൽ നമ്മൾ എവിടെ നോക്കണ്ടേ? അവൾ ഹായ്. ഹായ്. ഇവിടെ കിടന്ന് ഉല്ലാത്തയാണല്ലേ? ഇങ്ങോട്ട് വന്നേ. എന്താ എന്ത് പറ്റി? കുന്തം എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോ? ആരാ വന്നിരിക്കുന്നത് അറിയാമോ? ആരാ വന്നിരിക്കുന്നത്? രത്തൻഭായാണോ? രത്തമ്പായി അല്ല, വാജ്പായി. ഈ ബെഡ്റൂം വേണ്ട. വാ. അയ്യോ എന്താ കാര്യം പറ. നാളെ എന്റെ 16 അടിയന്തര അതിന് സദ്യ ഉണ്ണാൻ വന്ന അവരൊക്കെ. ഓ, ഇത് എവിടെ ഒതുങ്ങൂലല്ലോ. ഈ മൂലയ്ക്ക് ഒളിച്ചോ. അയ്യോ ഇത് അവരുടെ ബെഡ്റൂം അല്ലേ? ഇവിടെ ഒളിക്കുന്നതാണ് ബുദ്ധി. അവിടെ ഒളിച്ച് അവർ എന്നെ തേടി അപ്പുറത്ത് വരും. ഇരുന്നോ. വണക്കം. വണക്കം. നീങ്ക അല്ല യാര്? സിനിമ നടികൈകളാ? ഞങ്ങള് സണ്ണിച്ചനെ കാണാൻ വന്നതാ. സണ്ണിച്ചനാരാ നിങ്ങളുടെ? സത്യം പറയാവൂ. അപ്പൊ സണ്ണിച്ചൻ ഇവിടെ ഉണ്ടല്ലേ? സണ്ണിച്ചൻ നെട്ടമ്മോട് പെണ്ണ ഇത് സോണിയ. അപ്പൊ അന്ത പൊണ്ണു മുത്തുച്ചാമി എല്ലാം കൊളവാക്കും. അതിനു മുമ്പ് വാ. ഒന്നുമേ പുരിയലേ. അന്ത പൊണ്ണ് ഇന്ത പൊണ്ണ്. ആമാ അല്ല ഇത് ആര് എപ്പോ വന്നു? അത്ഭുതം തന്നെ. ഇങ്ങനെ കണ്ടുപിടിച്ചുവിടാ. കുഞ്ഞുമ്പോ അങ്കിൾ എന്തിനാ ഞാൻ വിളിച്ചപ്പോ ഓടിയത്? വിളിച്ച് ആര് വിളിച്ച്? എപ്പ ഓടി? ആ സിറ്റിയിൽ വെച്ച് ഞാൻ വിളിച്ചു. അയ്യോ ഞാൻ കേട്ടില്ല. ഞാൻ ഓടി എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി വിട്ടു കളഞ്ഞു. ആ ഓട്ടോയെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്. അപാര ബുദ്ധി. സണ്ണിച്ചൻ എവിടെ? അന്ത പൊണ്ണും സാറും റൂമിൽ കാണും. ഇയാൾ ഏത് പെണ്ണിന്റെ കാര്യം ഈ പറയുന്നേ? പെണ്ണോ? ഏത് പെണ്ണ്? എവിടത്തെ പെണ്ണ്? എങ്ങനത്തെ പെണ്ണ്? അന്തപ്പൻ എവിടുത്തെ സർവന്റെ അടുക്കള പണിക്കാരൻ. മാല പോട്ടിருக்கு. അന്തപ്പന് മാല പോട്ടിരിക്കേ. സണ്ണിച്ചൻ എവിടെയെന്ന്? വാമാ ഞാൻ കാണിക്കറേ. വാ വാ. ഞങ്ങൾക്കൊന്ന് കുളിച്ച് ഫ്രഷ് അതിനെന്താ? എന്താ ഇവർക്കൊന്ന് കുളിക്കണം. സല്ലി സാറിന് നല്ല റൂം ഇതോ? അവിടെ അന്തപ്പൻ. എന്താ ഇവിടെ? ഹായ് സണ്ണിച്ച. അയ്യോ, എങ്ങനെ ഇവിടെ എത്തി? ടൂറ് വന്നതാ. ആണോ? എന്റെ ഭാഗ്യം. ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. സോണിയെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചോളൂ അല്ലേ? അതെ, അന്തം വിട്ട് ആലോചിക്കായിരുന്നു. താങ്ക് യു. പക്ഷേ ആ പെണ്ണിനെയും കൊണ്ട് എങ്ങോ മുങ്ങിന്നാ അവിടെ ചിലര് പറഞ്ഞത്. അയ്യേ, ഏത് പെണ്ണ്? ആ വട്ട്. ഓ, ആ വട്ട് പെണ്ണ്. അതിന് രത്തമ്പായി കൊണ്ടുപോയില്ലേ? എങ്കിലും രത്തമ്പായിക്ക് ഇപ്പോഴും എന്നോട് ഭയങ്കര വൈരാഗ്യ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. നീ വിസ്തരിച്ച് സമയം കളയാതെ ഗേൾസിന്റെ ബാത്റൂമിൽ പോണം. ഓക്കേ, കമോൺ. ഈ ബാത്റൂമോ? ഈ ബാത്റൂം പറ്റില്ല. അതെന്താ? ഈ ബാത്റൂമിൽ വെള്ളമില്ല, വെളിച്ചമില്ല, മാത്രമല്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, പൈപ്പിൽ ചൂടുവെള്ളവും വരുന്നില്ല, മാത്രമല്ല സാധനം തിരികെയല്ലേ. സാധനം അതിനകത്തോ? ഓ, സാധനം പറഞ്ഞു കൊടുക്കണം. ശരിയാക്കി തരാം. സണ്ണിച്ച. എന്തോ? വെള്ളമില്ല, വെളിച്ചമില്ല, ഫ്ലഷ് ഇല്ല, പിന്നെ കുറെ സാധനങ്ങളും. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ കൊഞ്ചം പാത്തിട്ട് വരാം. അല്ല, പിന്നെ കാര്യം സണ്ണിച്ച. എന്തോ അതേ പോയി. എന്ത് സാധന? ഡ്രിങ്ക്സ് ആണോ? കുടിക്കുന്ന സാധനം ആരെങ്കിലും ബാത്റൂമിൽ കൊണ്ടുവയ്ക്കോ? ഇത് പിന്നെ സാധനം എന്ന് വെച്ചാ പിന്നെ അതാണ് എന്റെ ബെഡ്റൂം. നിങ്ങൾക്ക് അവിടെ കുളിച്ച് ഫ്രഷ് ആവാം പ്ലീസ്. താങ്ക് യു. വെൽക്കം. നിങ്ങൾ ആ മുറി കയറിയതല്ലേ? ഇതെങ്ങനെ ഇവിടെ എത്തി? അതുവഴി കൊണ്ടുവന്നത്. ഇതിലൊരു അതിലുണ്ട്. അതില് വന്നതോ? എന്താ പ്രോബ്ലം? എന്താ ഇവിടെ? ചുമ്മാ പെണ്ണുങ്ങൾ വസ്ത്രം മാറി നിർത്തണം വന്ന് നിൽക്കുന്നത്. അപ്പുറത്തേക്ക് പോ. ഇതിലൂടെ അപ്പുറത്തേക്ക് പോകാൻ പറ. അവിടെ പ്രശ്നമല്ലേ? ഇപ്പൊ ഇവിടെ പ്രശ്നം. കുഞ്ഞുമ്പച്ചനെ വെറുതെ വെള്ളടിച്ചിന് അനാവശ്യം പറയരുത്. അവിടെ പ്രശ്നം ഗുരുതരമാണ്. ഇവിടെയും പ്രശ്നം ഗുരുതര. കുഞ്ഞുമ്പേട്ടൻ പറഞ്ഞ സത്യ. അപ്പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഇല്ലെന്നല്ലടാ പറഞ്ഞേ. ഓരോ തെണ്ടികള്. ഷീറ്റൊക്കെ തല. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ ചിരിച്ചു ചിരിച്ച് ഇവിടെ എന്താ എല്ലാവർക്കും വട്ട് പിടിച്ചോ? വട്ടല്ല, ഫിറ്റ് ഫിറ്റ്. അവന്മാര് നല്ല ഫിറ്റാ. നിങ്ങൾക്ക് ആ മുറി എടുക്കാം. വളരെ നല്ല മുറിയാ. സുഖമായിട്ട് കുളിക്കാം. വെള്ളം, വെളിച്ചം, നല്ല ഫ്ലഷ്, 24 hours ഹോട്ട് വാട്ടർ പ്ലീസ്. വേഗം വേണം കേട്ടോ. കുളി കഴിഞ്ഞ ഉടൻ തന്നെ സോണിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാ. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അയ്യോ അയ്യോ, അത് പറ്റില്ല.
എന്താ പറ്റാത്തത്? ഇവിടത്തെ മുത്തുസ്വാമി പെരിയ സ്വാമിയാ. പെണ്ണുങ്ങളൊന്നും മുമ്പിൽ പോലും ചെല്ലാൻ പാടില്ലാത്ത. എന്നിട്ട് ഞാൻ കാല് പിടിച്ചത് കൊണ്ടാണ് ഈ കുളിക്കാൻ അനുവദിച്ചത് പോലും. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കാര്യം ചിന്തിക്കേ. അയ്യോ എന്നാ സാർ, മാളിക പുറത്തമ്മമാർ താനേ 2 നാൾ ഇങ്ങ തങ്കട്ടും. സ്വാമിയേ